ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. സെൻട്രൽ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ട്. ഉമേഷ് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞ ദിവസം ഹണി റോസ് നേരിട്ട് എത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? നന്ദു, ഹണി റോസ് തന്നെ അപമാനിച്ചവർക്കെതിരെ, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വെച്ച് തന്നെ നിരന്തരം അധിക്ഷേപിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളുടെ അധിക്ഷേപിക്കുന്നവർക്കെതിരെയാണ് ഹണി റോസ് സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. 30ഓളം പേർക്കെതിരെയായിരുന്നു ഹണി റോസിന്റെ പരാതി. ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം പോലീസ് നടത്തി. പിന്നീട് ഹണി റോസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കുറെ കൂടി വിശാലമായ അന്വേഷണത്തിലേക്ക് കടന്നു. ഈ അന്വേഷണത്തിനൊടുവിൽ ഇതിൽ ഹണി റോസിനെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾ ആരൊക്കെയാണ് എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞു. ഇന്നലെ കമ്മീഷണർ പറഞ്ഞത് 20ഓളം പേരെ തിരിച്ചറിയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുമ്പളം സ്വദേശി ഷാജിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിന് ശേഷം കമ്മീഷണർ പറഞ്ഞത് 30ഓളം പേർക്കെതിരെ മറ്റ് 20 പേർക്കെതിരെ കൂടി ഇത്തരത്തിലുള്ള നടപടി, ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇവരെ ഓരോരുത്തരായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ സമഗ്രമായി അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം. ഇത് സെൻട്രൽ SHOയ്ക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി കർശന നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി.